ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ വില്ലേജർ ഫാമും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം AFK നിൽക്കാത്തതുകൊണ്ട് തന്നെ വലിയ രീതിക്ക് സെറ്റായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് വർക്കായിട്ട് തന്നെ ഇല്ല. സംഭവം ബേബി വില്ലേജർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, അല്ലാതെ ഇത് വളർന്ന് മുകളിലോട്ട് വന്നില്ല ഇതുവരെ. അതിന് നമ്മൾ കുറച്ച് AFK നിൽക്കേണ്ടി വരും. ഞാൻ അതിൽ കളിക്കാത്തതുകൊണ്ട് തന്നെ അതൊന്നും സെറ്റായിട്ടില്ല. അതുപോലെ തന്നെ കണ്ടില്ല, എവിടെയൊക്കെ ഇനി ഈ വീറ്റും കാര്യങ്ങളൊക്കെ വളർന്നു വരാനുണ്ട്. എന്നാലേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവുള്ളൂ കേട്ടോ. നമ്മളിത് ഹാർഡ് കോർ ആയതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്ന ആ ഒരു ക്രീപ്പറാണ്. ഈ ഒരു ക്രീപ്പർ എവിടെ നിന്ന് വന്ന് പൊട്ടിത്തെറിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ആവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു വില്ലേജ് അല്ല, നമ്മുടെ ഈ ഒരു വീടിന് ചുറ്റും നമ്മളൊരു വാള് കണക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരു മതിൽ കണക്ക് സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ ഒരു കോബിൾ സ്റ്റോൺ വെച്ചിട്ട്. നമ്മൾ ഇഷ്ടം പോലെ കുറേ നമ്മൾ കോബിൾ സ്റ്റോണും കാര്യങ്ങളും മൈൻ ചെയ്ത് നമ്മുടെ ഒരു ചെസ്റ്റിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു താഴത്തെ ചെസ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇത്രത്തോളം കോബിൾ സ്റ്റോൺ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മുടെ കയ്യിലും ഉണ്ട് കേട്ടോ. ഈ ഒരു കോബിൾ സ്റ്റോണും കാര്യങ്ങളും നമ്മൾ ചുറ്റും നമ്മൾ ഫുള്ള് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു വില്ലേജിന് ചുറ്റും നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മളൊരു ഫാം എടുക്കാൻ നമുക്ക് കവർ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഈ ഒരു കവർ ചെയ്തതിൻ്റെ ഉള്ളിൽ നമുക്ക് മൊത്തം നമ്മുടെ ലൈറ്റപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അതാകുമ്പോൾ നമ്മുടെ ഈ ഒരു മോബ്സും കാര്യങ്ങളൊന്നും സ്പോൺ ആവില്ല കേട്ടോ. നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ആ ഒരു പണിയിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ഒരു അയൺ പിക്കാക്സ് ഉണ്ടായിരുന്നു, മൊത്തം നമ്മൾ പൊട്ടിച്ചിട്ടു. നമ്മൾ ഈ ഒരു കോബിൾ സ്റ്റോണും കാര്യങ്ങളും മൈൻ ചെയ്തെടുത്തപ്പോൾ നമ്മൾ ആ ഒരു അയൺ പിക്കാക്സും കാര്യങ്ങളൊക്കെ ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ നമുക്ക് മൊത്തം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങ് എടുക്കാം കേട്ടോ. ഫുള്ള് അങ്ങ് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം കേട്ടോ. നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. നമുക്ക് ഒരു കാര്യം ചെയ്യട്ടോ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ഒരു ബെഡ്, നമ്മുടെ ഈ ഒരു ബെഡും കൂടി പൊട്ടിച്ചെടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബെഡ് ആവശ്യമുണ്ട്. അഥവാ രാത്രി ആവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ സ്ലീപ്പ് ചെയ്യാം. നമുക്ക് എന്തായാലും നമ്മൾ ആ ഒരു ബിൽഡിൻ്റെ അടുത്ത് തന്നെ തുടങ്ങാം കേട്ടോ. ഈ ഒരു ബിൽഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരണം. നമ്മുടെ ഒരു വാളിൻ്റെ ഉള്ളിലായിരിക്കണം. ഇത് ഫുള്ള് നമ്മൾ ലൈറ്റപ്പ് ചെയ്യും. ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ആദ്യം നമുക്ക് എന്തായാലും 3 ബ്ലോക്ക് ബിൽഡ് ചെയ്ത് പോവാം. എന്നിട്ട് നമുക്ക് മുകളിലോട്ട് വേണമെങ്കിൽ പൊക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് എന്തായാലും 3 ബ്ലോക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോവാം. സംഭവം അടിപൊളി ആയിക്കോട്ടോ. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ബിൽഡ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഒരു സോംബീസിനും ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു സാധനം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി വരില്ല. അങ്ങനെ അതൊരു നല്ലൊരു ഐഡിയ ആണ്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, വേറെ ലെവൽ ലുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊക്കി കൊടുക്കണം കേട്ടോ. ഫുള്ള് എനിക്ക് തോന്നുന്നു നല്ല ഹൈറ്റ് പൊക്കണം. ഗൈസ്, മഴ പെയ്യുന്നുണ്ട്. മിക്കവാറും ഈ മഴ പെയ്യുന്ന ടൈമിന് ചിലപ്പോൾ സോംബീസ് സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് തോന്നുന്നത്. ഗൈസ്, രണ്ടാമത്തെ രാത്രി നമ്മൾ സ്കിപ്പാക്കിയിരിക്കുക കേട്ടോ. റൈന് പോയിട്ടുണ്ട്. കണ്ടേ, അവന്മാരൊക്കെ സ്പോൺ ആയിട്ടോ. നമ്മുടെ സ്കെൽട്ടനൊക്കെ കണ്ടില്ലേ, അവിടെ ഒരു സോംബി സ്പോൺ ആയിട്ടുണ്ട്. കണ്ടാ ഗൈസ്, നമ്മുടെ വില്ലേജേഴ്സിന്റെ ഫാം വർക്കിംഗ് ആണ്. കണ്ടില്ലേ, അവിടെ താണ്ട് 2 വില്ലേജർ സ്പോൺ ആയിട്ടുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ, വർക്കായി. യെസ്, വർക്കായി ഗൈസ്. നമ്മുടെ വില്ലേജർ ഫാം വർക്കായിട്ടുണ്ട്. വേണ്ട വില്ലേജർ 2 വില്ലേജർ അവിടെ സ്പോൺ ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മുടെ വിജയം ഗൈസ്, നമ്മുടെ വിജയം. നമുക്ക് ബാക്കിയോട് ബിൽഡ് ചെയ്യാം കേട്ടോ ഗൈസ്. നമുക്ക് ബാക്കിയോട് ബിൽഡ് ചെയ്യാം കേട്ടോ ഗൈസ്. നമ്മുടെ കോബിൾ സ്റ്റോൺ തീർന്നിട്ട് നമുക്ക് കുറച്ചുകൂടി കോബിൾ സ്റ്റോൺ എടുത്തിട്ട് വരാം. നമ്മൾ ഏകദേശം ഇവിടെ വരെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എത്തിക്കണം കേട്ടോ. അവിടെ എത്തിക്കണം. കോബിൾ സ്റ്റോൺ ഇത് മതിയാവോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്.
ഗൈസ് നമുക്ക് ബാക്കി കോബിൾ സ്റ്റോൺ കൂടി കൊണ്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ ഇത്ര മതിയാവും നമുക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു സൈഡിലൂടെ സെറ്റാക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് അങ്ങോട്ട് കൂടി സെറ്റാക്കാനുണ്ട്. ഓ ഗൈസ്, ഇത് മതിയില്ലേ? ഈ ഒരു ഹൈറ്റ് മതി കേട്ടോ സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇനി എന്തായാലും പുറത്തുനിന്ന് ആർക്കും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. കണ്ടില്ലേ, ഇത്രയും ഹൈറ്റ് ഉണ്ട്. എന്തായാലും ആർക്കും ഇങ്ങോട്ട് ഇനി ചാടിക്കയറാനും പറ്റൂല കേട്ടോ. സോ ഇനി കുറച്ച് ഇവിടെയും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അവിടെയും കൂടി കുറച്ചുകൂടി ബ്ലോക്ക് സെറ്റ് ചെയ്യാനുണ്ട്. സോ അതും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. സോ നമുക്ക് അവിടെയും കൂടെ ഇവിടെയും കൂടി കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. സോ ഇവിടെയും കൂടി നമുക്ക് ബ്ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമുക്ക് ഇവിടെ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടണം കേട്ടോ. ഈ ഒരു സൈഡിൽ ഒരു ബ്ലോക്ക് കൂടി ഹൈറ്റ് കൂട്ടണം തോന്നുന്നു. ഒരു ബ്ലോക്ക് പോരാൻ തോന്നുന്നു. നമുക്കൊരു 3 ബ്ലോക്ക് കൂടെ ഹൈറ്റ് കൂട്ടാം. നോക്കട്ടെ, ഇപ്പം എത്ര ബ്ലോക്കായി? 2. ഓക്കെ, ഇത് മതിയാവും. ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലം അത് കണ്ടോ. ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ചധികം ബ്ലോക്ക് വേണം. കുറച്ചധികം ഹൈറ്റ് വേണം കേട്ടോ ഇവിടെ. ഓക്കെ, ഇവിടെയും കുറച്ച് ഹൈറ്റ്. ഇവിടെ തീരും ഹൈറ്റ് ഇല്ലല്ലേ? നമ്മൾ ഇവിടെ ബ്ലോക്ക് വെക്കാൻ മറന്നു കേട്ടോ ഗൈസ്. കുറച്ചുകൂടി ബ്ലോക്ക് എടുക്കണം. നമുക്ക് ഇവിടെയും കൂടി ഹൈറ്റ് കൂട്ടണം കേട്ടോ. കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടാം. നമുക്ക് എന്തായാലും ഇത് മൊത്തം അങ്ങ് തീർത്തേക്കാം കേട്ടോ കോബിൾ സ്റ്റോൺ. ഓക്കെ ഗൈസ്, കണ്ടില്ലേ ഇപ്പം ഇത്രയും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു വാളിൻ്റെ വ്യൂ. കണ്ടില്ലേ? എന്തായാലും ഞാൻ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരട്ടെ. നമുക്കൊരു വാട്ടർ ഇവിടുന്ന് ഒരു ജമ്പ് നോക്കി നോക്കുക. വാട്ടർ ഇനി എന്തെങ്കിലും പറയാം. ഇവിടെ നമുക്ക് വാട്ടർ വെച്ച് ചാടാൻ പറ്റുമോ നോക്കട്ടോ. അല്ലേ വേണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട. ഓഹ്, ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കണം കേട്ടോ ഗൈസ്. നമ്മുടെ ഫുഡ് മൊത്തം തീർന്നിട്ടുണ്ട്. ഓക്കെ, ബ്രെഡ് ഉണ്ടാവില്ല, ഫുള്ള് തീർന്നു. നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം കേട്ടോ. അടുത്ത് ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. നമ്മൾ എന്തായാലും ഗോൾഡൻ ആപ്പിൾ കഴിക്കാൻ പോകാം കേട്ടോ. നമ്മുടെ അടുത്ത് വേറെ ഫുഡൊന്നും കാണുന്നില്ല. അതാകുമ്പോൾ പെട്ടെന്ന് ഹെൽത്ത് ഫുള്ളായിക്കോളും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാൻ മറന്നു കേട്ടോ. ഓക്കെ, കണ്ട ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ടോർച്ച് വെക്കണം. ബട്ട് നമ്മുടെ അടുത്ത് ടോർച്ച് ഇല്ല. നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഞാൻ മൈൻഡ് ചെയ്ത് എന്തായാലും കുറച്ച് കോളും കാര്യങ്ങളും സെറ്റ് ആക്കുന്നുണ്ട്. സോ എന്തായാലും ഞാൻ ലൈറ്റ് അപ്പ് ചെയ്തിട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഡോറ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൽ നിന്ന് തൊട്ട് പുറത്തോട്ട് ഇവിടെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ഏരിയ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ? ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ഏരിയ സെറ്റ് ചെയ്യുന്നത്. നേരെ നമ്മുടെ ഈ ഒരു വില്ലേജിലോട്ട് തന്നെ പോകും. ഇവിടെ നമുക്ക് ഡോറ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഡോറ് സെറ്റ് ചെയ്യാം. ഓ, ഒരു ഡോർ കൂടെ ഉണ്ട്. ഒരു ഡോർ കൂടി സെറ്റ് ചെയ്താൽ മതി. ഡോർ ഇവിടെ. ഓക്കെ, നമുക്ക് ഈ ഡോറ് സെറ്റ് ചെയ്യാം കേട്ടോ. റിച്ചിൻ്റെ ഒരു ഡോറുണ്ട്. സോ ഇവിടെ നമുക്കൊരു കയറാൻ ഒരു സ്ലാബ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കയറാൻ പറ്റും. ഓക്കെ, ഓക്കെ, അതും സെറ്റ് ഗൈസ്. സോ
അപ്പോൾ ഫുള്ളി സെറ്റ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഇവിടെ വേണമെങ്കിൽ ഒന്നുകൂടി ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ, നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക ഇനി ഹൈറ്റ് കൂട്ടണം. സോ ഇപ്പോൾ നമ്മുടെ വാളിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആക്കാനുണ്ട് കേട്ടോ. നമുക്കേ ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മുടെ ഒരു വീട്ടിൽ നമുക്ക് മുകളിലോട്ട് ഒരു നിലയും കൂടി നമുക്ക് സെറ്റ് ആക്കണം. അതിന് നമുക്ക് ഇവിടെ ഒരു മുകളിലോട്ട് ഒരു ഇതുകൂടി സെറ്റ് ചെയ്യാം. നമ്മുടെ ലാഡർ സെറ്റ് ചെയ്യാം. കോണി ഗൈസ്, കോണി സെറ്റ് ആക്കാനുണ്ട്. അപ്പോൾ കോണി സെറ്റ് ആക്കണമെങ്കിൽ 3 കോണി കിട്ടി. നമുക്ക് ഇനിയും വേണമല്ലോ. കോണി എവിടെ? കോണി കമോൺ കോണി ആജാ ബൈ ആജാ. ഓക്കെ, നമ്മൾ കോണി സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് മുകളിലോട്ട് ഒരു നിലയും കൂടി പണിയണം. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും മുകളിലോട്ട് നമുക്കൊരു വീട് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുവരാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു ഫാമാണ് കേട്ടോ. നമ്മളൊരു കൗ ഫാമും അതുപോലെ തന്നെ ഷീപ്പ് ഫാമും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് പൊളിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ അതാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. സോ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. വേറെ പണിയൊന്നുമില്ല, നമ്മൾ ഈ ഒരു വീറ്റ് കാണിച്ചാൽ മതി കേട്ടോ. ഈ ഒരു വീറ്റ് പൊട്ടിക്കാം. ഈ വീറ്റ് കാണിച്ചിട്ട് നമുക്ക് എന്തായാലും ഒമാരെ അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, കമോൺ എല്ലാവരും വാ. ആജാ കമോൺ. ഇഷ്, ഈ ഒരു ഡോർ എടുത്ത് തുറക്കാം കേട്ടോ. വാ എല്ലാവരും പുറത്തോട്ടോ. കമോൺ. ഗൈസ്, നമുക്ക് എല്ലാ ഈ ഒരു കൗസിനെയും ഷീപ്പിനെയൊക്കെ നമുക്ക് എല്ലാത്തിനെയും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഇനി നമ്മൾ എന്തായാലും നമ്മുടെ എല്ലാ ഫാമും ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലായിരിക്കും സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ കമോൺ. വാടാ എല്ലാവരും വാ. കുറേ ആൾക്കാർ അതാ പുറകോട്ട് വന്ന. വാടാ. ഓക്കെ, വാ. വരൂ. കമോൺ എല്ലാവരും കമോൺ. വാ. ഡേയ് ഇവനൊന്നും വേണ്ടേ. നമ്മളെ ഈ കുതിരനെ നമുക്ക് ഉള്ളോട്ട് കൊണ്ടുപോകണം. നമ്മളെ ഹോഴ്സിനെ നമുക്ക് ഉള്ളോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഉള്ളോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കില്ലേ? നമ്മൾ ഈ ഡോറൂടെ കൊണ്ടുപോകൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. കമോൺ കൗ, കമോൺ ഷീപ്പ്, എല്ലാവരും വാ. നമുക്ക് ഇത് ഡോറും തുറക്കാം. എല്ലാവരും വന്നോ? കുറച്ചവിടെ വരാണ്ടല്ലോ. ആ ഷീപ്പേ വാടാ. ഓക്കെ, എല്ലാവരും വന്നെന്ന് തോന്നിട്ട് നമുക്ക് എന്തായാലും ഡോർ അടിക്കാം കേട്ടോ. എടാ ഇങ്ങോട്ട് വേണം. എന്ത് കളിക്കുക ഷീപ്പ്? ഇതിലൂടെ ഇങ്ങോട്ട് വേണം. കമോൺ. ഓക്കെ, ഈ ഷീപ്പ് എന്താ വരാത്ത? വരൂ. ഓക്കെ, എല്ലാവരും കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡോർ അടിക്കാം കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ഉമ്മാരെന്തായാലും നമ്മൾ ഇതിനുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇനി ഉമ്മാർക്ക് എന്തായാലും പുറത്തോട്ട് പോകാൻ പറ്റൂല. അതിന് മാറ്. ഓക്കെ, ഉമ്മാർ നമ്മൾ അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ആ ഒരു നേരത്തെ നമ്മൾ ബിൽഡ് ചെയ്ത ആ ഒരു സംഭവമൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകാം. നമ്മുടെ ആ ഒരു ഫെൻസും കാര്യങ്ങളൊക്കെ പൊട്ടിക്കണം കേട്ടോ. സോ ഈ ഫെൻസൊന്നും ഇനി ഇവിടെ ആവശ്യമില്ല. ഈ ഒരു ഫെൻസ് നമുക്ക് എന്തായാലും അവിടെ കൊണ്ട് ബിൽഡ് ചെയ്യാം. ഓൾ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ഫെൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കേജ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും വാ. ജാ. ഓക്കെ, നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇവരെ കേജ് സെറ്റ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ഇനി നമുക്ക് ഒരു ഡോറ് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു ഫെൻസിൻ്റെ ഡോറ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീൻസ് രാത്രിയാവുമെന്നൊരു ചെറിയൊരു ഡൗട്ട് ഇല്ലെന്നില്ല. മഴ ആയതുകൊണ്ട് അറിയൂല കേട്ടോ. ഗൈസ് നമുക്കൊന്ന് ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് ഇവന്മാരെ ഉള്ളോട്ട് കയറ്റണം കേട്ടോ. കമോൺ കമോൺ. ഓക്കെ. ഇതെങ്ങനെ എങ്ങോട്ട് വാടാ? ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഷീപ്പിനെ മൊത്തം അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും സ്ലീപ്പ് ചെയ്തിട്ട് വരാം കേട്ടോ. രാത്രിയാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇനി പോയിട്ട് ആ ഒരു ഹോഴ്സിനെയും കൂടി നമുക്ക് ഉള്ളോട്ട് കൊണ്ടുവരണം. ഈ ഒരു ഹോഴ്സിനെ നമുക്ക് എന്തായാലും ഉള്ളോട്ട് കൊണ്ടുപോകാം കേട്ടോ ഗൈസ്. സോ ഹോഴ്സിനെ നമുക്ക് ഇതൊന്നും കൊടുത്ത് ചാടിക്കാനേ ഉള്ളൂ. സോ ചാട് ഹോഴ്സേ, ചാട്. എന്താ ചാടാത്ത്? കമോൺ, ജമ്പ് 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 ജമ്പ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ഹോഴ്സിനെ നമുക്ക് ഉള്ളോട്ട് കയറ്റണം കേട്ടോ ഗൈസ്. ഓക്കെ, ഈസി ആയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തട്ടിയില്ല, നമ്മൾ ആ ഒരു ബ്ലോക്ക് പൊട്ടിച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹോഴ്സിനെ തൽക്കാലം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം കേട്ടോ. ഈ ഷീപ്പിൻ്റെ കൂടെ നിന്നോട്ടെ. നമുക്ക് ഇതിന് സെപ്പറേറ്റ് ഒരു കൂട് നമുക്ക് വേറെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്കവാറും നമ്മൾ തുറക്കുമ്പോൾ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതാണ് പ്രശ്നം. ചാടരുത്. ഓക്കെ, സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫെൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വില്ലേജർ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ഫെൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിവിടെ ഫെൻസും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ വില്ലേജേഴ്സിന് ഉള്ളിലോട്ട് കയറാൻ പറ്റൂല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ കോട്ടയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.